ഫെബ്രുവരി 28-നാണ് യു.എസും ഇസ്രയേലും ഇറാനെതിരെ ആക്രമണം തുടങ്ങിയത്. യു.എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് ഇറാൻ ചെറുത്തുനിൽപ്പ് തുടരുമ്പോൾ യുദ്ധം കൂടുതൽ അപകടകരമായ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്ന ഭീതിയിലാണ് ഗൾഫ് രാജ്യങ്ങൾ. ഇറക്കുമതി തീരുവ മുതൽ വെനസ്വേലയിലെ ഭരണമാറ്റത്തിൽ വരെ ട്രംപ് പരീക്ഷിച്ച് വിജയിച്ച സമ്മർദ്ദ തന്ത്രം ഇറാന്റെ കാര്യത്തിൽ പാളി. ട്രംപ് സമ്മർദ്ദം ചെലുത്തും തോറും ഇറാൻ കൂടുതൽ ആക്രമകാരിയാകുന്ന കാഴ്ചയാണിപ്പോൾ കാണുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത പ്രത്യാക്രമണമാണ് ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ നടത്തുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥയെ വിറപ്പിക്കാൻ ശേഷിയുള്ള ഒരു ഊർജ്ജ യുദ്ധത്തിന്റെ വക്കിലാണ് ലോകം. ഗൾഫിലെ ഊർജ്ജ കേന്ദ്രങ്ങളെ ഇറാൻ ലക്ഷ്യമിട്ടാൽ ഇന്ത്യ അടക്കം ലോകരാജ്യങ്ങളെ അത് പ്രതികൂലമായി ബാധിക്കുമെന്നതിൽ സംശയമില്ല. ഊർജ്ജ യുദ്ധത്തിന്റെ ഒരു സാമ്പിളാണ് കഴിഞ്ഞയാഴ്ച മേഖലയിലുണ്ടായത്. സൗത്ത് പാർസ് വാതകപ്പാടത്ത് ഇസ്രയേൽ ബോംബിട്ടതിന് പ്രതികാരമായി ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ്ജ കേന്ദ്രങ്ങളെ ഇറാൻ പ്രഹരിച്ചു. ലോകത്തെ ഏറ്റവും വലിയ LNG ഹബ്ബായ ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ വ്യാപക നാശമുണ്ടായി. യുഎസിന്റെ അറിവോടെയല്ല സൗത്ത് പാർസ് ആക്രമിക്കപ്പെട്ടതേ എന്ന് പറഞ്ഞ ട്രംപ് സാഹചര്യം തണുപ്പിക്കാൻ ശ്രമിച്ചു. ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഇറാന്റെ വാതക കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണം ഇസ്രയേൽ നിർത്തിവെക്കുകയും ചെയ്തു. യുദ്ധം ട്രംപിന്റെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് പോയി എന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയായിരുന്നു ഇത്. 5 ദിവസത്തേക്ക് ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങളെയോ പവർ പ്ലാന്റുകളെയോ ആക്രമിക്കില്ലെന്ന് തിങ്കളാഴ്ച ട്രംപ് ഉറപ്പും നൽകി. ഹോർമുസ് തുറന്നില്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്നാണ് ട്രംപ് അതിനു മുന്നേ ഭീഷണി മുഴക്കിയത്. ഗൾഫ് രാജ്യങ്ങളുടെ മുന്നറിയിപ്പ് കണക്കിലെടുത്താണ് ട്രംപ് പെട്ടെന്ന് നിലപാട് മാറ്റിയത്. ഇറാന്റെ പവർ പ്ലാന്റുകളെ US ആക്രമിച്ചാൽ തങ്ങളുടെ ഊർജ്ജ നിലയങ്ങൾക്കും ജലശുദ്ധീകരണ പ്ലാന്റുകൾക്കും നേരെ ഇറാൻ പ്രത്യാക്രമണം നടത്തുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ ട്രംപിനെ നേരിട്ടറിയിച്ചെന്നാണ് റിപ്പോർട്ട്. ഇറാന്റെ കഴിവിനെ US തെറ്റായി വിലയിരുത്തിയെന്ന് മേഖലയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരും ചൂണ്ടിക്കാട്ടുന്നു. ഉക്രൈനു നൽകാനിരുന്ന ആയുധങ്ങൾ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന് ഉപയോഗിക്കാൻ US സൈന്യം ആലോചിക്കുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാനെതിരായ ആക്രമണം US ആയുധശേഖരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും അപൂർവമായ വെടിക്കോപ്പുകൾ തീരാൻ കാരണമാകുന്നുവെന്നും വാഷിംഗ്ടൺ പോസ്റ്റും റിപ്പോർട്ട് ചെയ്തു. പേട്രിയറ്റ്, താഡ് എന്നീ പ്രതിരോധ സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇൻഡസ്പെക്ടർ മിസൈലുകളാണ് ഇത്തരത്തിൽ വഴിമാറ്റാൻ സാധ്യതയുള്ള ആയുധങ്ങൾ. നാറ്റോയുടെ നേതൃത്വത്തിലുള്ള പദ്ധതി പ്രകാരം യൂറോപ്യൻ രാജ്യങ്ങൾ പണം നൽകി ഉക്രൈനായി ഓർഡർ ചെയ്ത ആയുധങ്ങളാണിവ. ഇതു സംബന്ധിച്ച് ഗൗരവമായ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ പറയുന്നു. ഫെബ്രുവരി 28-ന് ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഏകദേശം 4 ആഴ്ചയ്ക്കുള്ളിൽ US സെൻട്രൽ കമാൻഡ് 9000-ലധികം ലക്ഷ്യസ്ഥാനങ്ങളിലാണ് ആക്രമണം നടത്തിയത്. പശ്ചിമേഷ്യയിലെ US സഖ്യകക്ഷികൾ വെറും 3 ദിവസത്തിനുള്ളിൽ 800-ലധികം പേട്രിയറ്റ് മിസൈലുകൾ പ്രയോഗിച്ചതായി ഉക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി അവകാശപ്പെടുകയും ചെയ്തു. ഇത് റഷ്യയുമായുള്ള 4 വർഷത്തെ യുദ്ധത്തിനിടയിൽ ഉക്രൈൻ ആകെ കൈവശം വെച്ചിരുന്ന ശേഖരത്തേക്കാൾ കൂടുതലാണ്. യുദ്ധത്തിന്റെ ആദ്യ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ US കുറഞ്ഞത് $12 ബില്യൺ ചെലവാക്കിയിട്ടുണ്ട്. പ്രതിദിനം $2 ബില്യൺ യുദ്ധച്ചെലവെന്നാണ് കണക്കാക്കുന്നത്. ആയുധശേഖരം പുതുക്കാൻ $200 ബില്യൺ അധിക ബജറ്റ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. സാമ്പത്തിക ബാധ്യതയ്ക്ക് പുറമെ ആയുധങ്ങളുടെ ഉൽപാദനക്കുറവും വലിയ പ്രതിസന്ധിയാണ്. ഉദാഹരണത്തിന് ലോക്ഹീഡ് മാർട്ടിൻ പ്രതിവർഷം 600 PC-3 ഇന്റർസെപ്റ്ററുകൾ മാത്രമാണ് നിർമ്മിക്കുന്നത്. എന്നാൽ ഇത് നിലവിലെ ആവശ്യത്തിന് ഒട്ടും തികയുന്നുമില്ല. ജോർദാനിലെ മുവാഫാഖ് സാൾട്ടി എയർബേസിലെ $300 ബില്യൺ വിലമതിക്കുന്ന റഡാർ തകർക്കപ്പെട്ടത് താഡ് സംവിധാനത്തിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുമുണ്ട്. റഷ്യൻ ഡ്രോണുകളെ നേരിട്ട് പരിചയമുള്ള ഉക്രൈൻ കുറഞ്ഞ ചെലവിൽ ഇറാനിയൻ ഡ്രോണുകളെ തകർക്കാൻ ശേഷിയുള്ള ഇൻഡസ്പെക്ടർ ഡ്രോണുകൾ വികസിപ്പിച്ചിട്ടുമുണ്ട്. ലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള പേട്രിയറ്റ് മിസൈലുകൾ ഉപയോഗിച്ച് കുറഞ്ഞ വിലയുള്ള ഡ്രോണുകളെ വെടിവെച്ചിടുന്നത് ലാഭകരമല്ല. അതിനാൽ ഉക്രൈന്റെ ഈ സാങ്കേതിക വിദ്യ US-ഉം മറ്റ് അറബ് രാജ്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. തങ്ങൾക്ക് ആവശ്യമുള്ള പേട്രിയറ്റ് മിസൈലുകൾ നൽകിയാൽ പകരം ഡ്രോണുകളെ നേരിടാനുള്ള ഈ സംവിധാനങ്ങൾ നൽകാമെന്നാണ് സെലൻസ്കിയും പറയുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.